ഒരു മനുഷ്യന് സമ്പത്തുണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു തെറ്റല്ല. പിന്നെ അതൊരു പ്രശ്നമായി മാറുന്നത് സമ്പത്ത് അവനെ ഭരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ്. ധാരാളം സമ്പത്തുണ്ടാകലൊക്കെ ഹലാലായിരുന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. അതിനൊരു ഉദാഹരണമായൊരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ വരികയുണ്ടായി. ആ സ്ത്രീ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറങ്ങാൻ ഉപയോഗിക്കുന്ന വിരിപ്പ് മടക്കി വെച്ചതായിട്ട് കണ്ടു. ആ വിരിപ്പിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ സ്ത്രീ തൻ്റെ അടുക്കലുണ്ടായിരുന്ന പഞ്ഞിയുടെ നല്ല ഒരു വിരിപ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി കൊടുക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഹബീബിനോട് മഹദി കാര്യം വിവരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അത് അവർക്ക് തന്നെ തിരിച്ചു നൽകുക. അള്ളാഹുവാണ് സത്യം, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ സ്വർണത്തിനാലും വെള്ളിയാലുമുള്ള ഒരു വലിയ ഒരു മല തന്നെ അള്ളാഹു എനിക്ക് സമ്മാനിക്കുമായിരുന്നു. നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതം. അവിടുന്ന് ഭൗതിക ലോകത്തിനോട് താല്പര്യമില്ലാതെ പൂർണ്ണമായും ഇലാഹിയായ ചിന്തയിൽ മാത്രമായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബിനെ ജീവിതത്തിലുടനീളം പിൻപറ്റി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.